ഹായ് ഫ്രണ്ട്സ്, റൂബീസ് യൂണിക് ടേസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളാണ് റൂബി ജേഡനും. അപ്പം ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന ഒരു കറിനാരങ്ങയുടെ റെസിപ്പിയാണ്. ഓണത്തിൻ്റെ സമയത്ത് കറിനാരങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു കറിനാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നല്ലതായിട്ട് പഴുത്ത രണ്ട് വലിയ കറിനാരങ്ങ ഞാനിവിടെ നാലായിട്ട് മുറിച്ച് അതിനെ പിന്നെ ചെറുതായിട്ട് മുറിച്ച് ഇതുപോലെ മുറിച്ച് വെച്ച് ഉപ്പിലോട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില ആവശ്യത്തിന് എടുത്ത് വയ്ക്കുക. ഞാനിവിടെ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നല്ലെണ്ണയിലാണ്. നല്ലെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ചു കൊടുക്കുക. അത് നല്ലതുപോലെ പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. അത് നല്ലതുപോലെ മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അച്ചാറിലേക്ക് കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, നോർമൽ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഉലുവ, കായം, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് നല്ലപോലെ വഴറ്റി കഴിയുമ്പോഴത്തേക്കും നല്ലതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് കുറുക്കി വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഇട്ട് ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. ഇത് നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളിവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നാരങ്ങ വേവിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നേരെ ഡയറക്റ്റ് നമുക്കിങ്ങനെ ഉപ്പിലോട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉപ്പും നോക്കി വിനാഗിരിയൊക്കെ വിനീഗറൊക്കെ ശരിയാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓഫാക്കി വെച്ച് ഇത് നല്ലതുപോലെ റൂം ടെമ്പറേച്ചറിൽ തണുത്ത് കഴിയുമ്പോൾ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലല്ല, കുപ്പി ബോട്ടിലാണ്, എപ്പോഴും ഗ്ലാസിൻ്റെ ബോട്ടിലാണ് നല്ലത്. അച്ചാറിടാൻ ഇട്ട് നല്ലതുപോലെ സൂക്ഷിച്ച് ഫ്രിഡ്ജ് വയ്ക്കാം. അപ്പം അടുത്തൊരു റെസിപ്പിയായിട്ട് പിന്നെ വീണ്ടും കാണുന്നവരെ